പൊന്നുമ്പടത്തിലേക്ക് താക്കോല് കൊണ്ടുപോകുന്ന അവസാന ദിവസമായിന്ന്. ഇനി അമ്പലം നാട്ടുകാരുടെ സ്വന്തമാകാൻ പോവുകയല്ലേ. അപ്പൊ പിന്നെ താക്കോൽ ഇരിക്കേണ്ടതോ അമ്പലത്തിൽ തന്നെ. അടുത്ത നട തുറക്കുന്ന ദിവസം കൃത്യമായി പറഞ്ഞാൽ കുംഭമാസം 3-ാം തീയതി 3:30 താക്കോൽ ഇവിടെ എത്തിയിരിക്കണം. പണ്ടൊക്കെ ക്ഷേത്രം നിങ്ങളുടെ മാത്രമായിരുന്നപ്പോ ആചാരമായിട്ട് നിങ്ങളത് ചെയ്തു. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ ഉറപ്പിന് ഇതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. കഴിഞ്ഞ കാലമൊന്നുമല്ല. അമ്പലം ചെറുതാണെങ്കിലും ലക്ഷക്കണക്കിന് സ്വത്തുള്ള ദേവിയാ. ആ സ്വത്തിലെങ്ങാനും ഒരു കണ്ണു തോന്നിയാലോ? പണിക്കരേ, ദേവിയുടെ സ്വത്ത് കൊണ്ട് അസ്ഥി കഴിക്കേണ്ട ഗതികേടൊന്നും ഇപ്പോഴും പൊന്നുമടത്തുകാർക്കില്ല. ഈ കണ്ട നാളത്രയും വിളക്ക് വെച്ച് സേവിച്ച തലമുറയേക്കാൾ ദേവിയെ വിറ്റ് കാശുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയ നിങ്ങളുടെയൊക്കെ വിളക്കും പൂജയുമാണ് ദേവിക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് ഈ മുറ്റത്തുണ്ടാവോ തിരുമേനി? എല്ലാം അവസാനിക്കല്ലേ. എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുക്കേണ്ടത് ഇവനാ. അതിനുള്ള മഹാഭാഗ്യം ഭഗവതി എന്റെ കുട്ടിക്ക് കൊടുക്കുവോ? ദേവിയെ വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ആർത്തിയ ആ പണിക്കർക്കും കൂട്ടർക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ പിന്നെ ഞാനിവിടെ ശാന്തിക്ക് ഉണ്ടാവില്ല എന്ന് അങ്ങോട്ട് കൂട്ടിക്കോളൂ. വിഷ്ണു ദക്ഷിണ കൊടുക്കുക. മടിക്കണ്ട, മുഴുവനായിട്ട് കൊടുത്തോളൂ. സാർ പ്ലീസ്, എന്റെ പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇപ്പോഴേ ജപ്തി നടന്നാൽ അത് മുടങ്ങിപ്പോവും. മുടങ്ങട്ടടോ സാർ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഇതുപോലെ വന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു. ജപ്തി ഒന്ന് നീട്ടി തരണമെങ്കിൽ പിന്നെ ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടാ പിന്നെ ആരാവശ്യപ്പെട്ടു? സാർ സാർ വഴി വിട്ട് ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ആളല്ലായിരുന്നു കൈമള്. ഇന്ന് വരെ സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്കും വരപ്പിക്കാത്ത അയാളെ കോടതി കയറ്റിയ തന്റെ ജപ്തി നടക്കൂല എന്ന് വിചാരിച്ചോ? സാർ, അത്ര വലിയ വിവരക്കേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. തനിക്കൊക്കെ വിവരം കൂടുതലാ. കാര്യം നടക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ വരെ കൂട്ടി കൊടുക്കുന്ന കൂട്ടങ്ങളാ. സാർ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. താനൊന്ന് ഇറങ്ങി പോടോ. അങ്ങനെ ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നില്ല. സാറിനെ പോലെ വിവരവും വിദ്യാഭ്യാസം എനിക്കുണ്ട്. ഇതേപോലെ ഒരു കസേരയെ കയറിയിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. പക്ഷേ ഏതാ ഈ വര നേരെ അല്ലാണ്ടായി പോയി. കൈമൾ സാറിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞില്ലേ? ശരിയാണ്, അങ്ങയുടെ സർവീസ് ബുക്കിൽ ബ്ലാക്ക് മാർക്ക് ഒന്നുമില്ല. പക്ഷെ അങ്ങയുടെ മനസ്സിനകത്ത് ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടവന്. ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചില നെറുകെട്ട പരിപാടിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. നിർത്തണോ തന്റെ പ്രസംഗം? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിയമപരമായ ജപ്തി നടപടികൾ നടന്നിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. മേഡത്തിൽ നല്ല മുഹൂർത്തം നോക്കി വിവരം അങ്ങോട്ട് അറിയിച്ചാൽ മതി. ശരി. ഇനിയിപ്പൊ രമേശൻ വന്ന് കുട്ടിയെ ഒന്ന് കാണേണ്ട കാര്യമുള്ളൂ. അല്ല, ഞങ്ങൾ തീരുമാനിക്കുന്ന അപ്പുറം അവനില്ലേ? എന്നാലും ആ ഒരു ചടങ്ങ് നടക്കട്ടെ അല്ലേ? ആയിക്കോട്ടെ, അതും വേണല്ലോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, അതും വേണല്ലോ. ഇത് മകനാ വിഷ്ണുനാരായണൻ. എനിക്കറിയാം, കഴിഞ്ഞ തവണ വന്നപ്പോ കണ്ടതല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. വിവരങ്ങളൊക്കെ അച്ഛൻ പറയും. വരട്ടെ. അങ്ങനെ രേവതിയുടെ കാര്യത്തിൽ ഒരു സമാധാനായി. മേടത്തിലേക്ക് നിശ്ചയിച്ചിരിക്കണേ. സ്വർണത്തിന്റെ കാര്യമൊന്നും അങ്ങനെ എടുത്തു പറഞ്ഞില്ല. വീട് അവൾക്കാണോ എന്ന് മാത്രം ചോദിച്ചു. 3 പേർക്കും കൂടിയാണെന്ന് പറഞ്ഞപ്പോ മറിച്ചൊന്നും ഇങ്ങോട്ട് പറഞ്ഞതുമില്ല. നല്ല ആൾക്കാരാ. ഒന്നും കണ്ടെത്തിയിട്ടില്ല ഞാൻ. ഒക്കെ നിന്നോട് പറയുന്നതിന് വൃത്തിയുള്ളൂ. നീ ഇതിന് എന്ത് വഴിയാ കാണാൻ പോകുന്നത്? എനിക്കറിയില്ല ഭൈരവ. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ കണ്ടെത്തിയിരിക്കുന്ന ഈ വീടും പറമ്പും കൈവിട്ടു പോവാന്നറിയുമ്പോ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഏട്ടത്തിമാരുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തതെന്നറിയുമ്പോ അച്ഛൻ എന്നോട് പൊറുക്കാതിരിക്കില്ല. ഞാൻ എല്ലാ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. വത്സരവുമുണ്ടു ചാടൊക്കെയും പൂട്ടുവിൻ, യാത്രയ്ക്കു കോപ്പുകൾ ഇന്നൊരുക്കിയിടണം. രാത്രി എന്നോർത്തു പാർത്തിടരുതാരുമേ, ഈത്തം പറഞ്ഞുറങ്ങിടിനാൻ നന്ദനും വൃത്താന്തമൊക്കെ വിയോഗം നിരൂപിച്ചു. എന്തൊക്കെ വിഷ്ണു നീ പറയുന്നത്? അതെടാ, സർവൈശ്വര്യങ്ങൾക്ക് നാഥനായ ഭഗവാൻ വിഷ്ണു. ആ പേര് മാത്രമാണ് എനിക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയത്. കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കേട്ട് തഴമ്പിച്ചതൊക്കെ ഈ ക്ഷേത്രത്തെയും ഇവിടുത്തെ ദേവിയൊക്കെ കുറിച്ചാ. ഏത് ബുദ്ധിമുട്ടിലും എന്നെ സഹായിക്കാൻ ദേവി ഉണ്ടാവുന്ന അടിയുറച്ച് വിശ്വസിക്കുന്നവനാ ഞാൻ. അവസാനം ഈ ദേവിയും അമ്പലവും ഒക്കെ പൊന്നുമടത്തുകാർക്ക് അന്യമാവുകയാ.
കാരണവന്മാരായിട്ട് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതൊക്കെ ഇന്ന് വല്ലവന്റെയൊക്കെ ആവുകയാ. ഓർമ്മ വെച്ച നാള് മുതൽ ഈ അമ്പലത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന എനിക്കും വേണം ഈ ദേവിയെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടാ, ഭ്രാന്താന്ന് എന്നെ കൂട്ടിക്കോ. അമ്പലം ഇന്നലെ അടച്ചു. ഇനി അടുത്ത 6 മാസം കഴിഞ്ഞ് നട തുറക്കൂ. ഈ 6 മാസത്തേക്ക് വിഷ്ണുനാരായണൻ ദേവിയോടൊന്ന് കടം ചോദിക്കാൻ പോവാ. ദേവിയുടെ തിരുവാഭരണം. അതേടാ, ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കാൻ പോവാ. മറ്റാരെക്കാളും ദേവിക്കറിയാൻ എന്നെ. 6 മാസം കഴിഞ്ഞ് കുംഭം 3-ന് അമ്പലത്തിന് നട തുറക്കുമ്പോ തിരുവാഭരണം ഉള്ളിലുണ്ടായ പോരെ? എന്തൊക്കെയാ നീ പറയുന്നത്? വേണം ഭൈരവ. ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല. വീടിന്റെ ജപ്തി എങ്ങനെയും ഒഴിവാക്കണം. ദേവി എന്നോട് പൊറുക്കും, എനിക്കത് ഉറപ്പാ. നേരം കുറെ ആയല്ലോ ഈ ഓട്ടം തുടങ്ങിയിട്ട്. അടുത്ത് അമ്മാവാ ഒന്ന് ചവിട്ടി വിട്. ചായയോ? ചായ ഇനി ടൗണിലേ കിട്ടൂ. അയ്യോ, പോലീസ്! വണ്ടി തിരിച്ചു വിടറോ, നേരെ പോട്ടെ, വണ്ടി തിരിച്ചു വിടറോ. തിരിക്കട്ടെ, നേരെ പോട്ടെ, നേരെ പോട്ടെ. അയ്യോ, തിരിച്ചു വിടെ. എന്താടാ ഒരു കള്ളത്തരം? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നിന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോടാ? റൈഡോ? എവിടെ? റേസ്. സാറിന്റെ 500 മീറ്റർ ഓട്ടം ആർക്കാണ് മറക്കാൻ കഴിയുക സാർ? സ്പോർട്സ് പ്രേമികളാണല്ലേ? അതെ സാർ. എന്താടാ അത്? കാറ്. അതിനുള്ളിൽ എന്താടാ? സീറ്റ്. അതിനകത്തിരിക്കുന്ന എന്താണ്? ഓ, സഞ്ചിയാ. ഇതിലടാ പെട്ടി. എന്താടാ വെട്ടി? എന്താടാ ഇതിന്റെ അകത്ത്? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മാണ് സാർ. എന്താടാ നിന്റെ അച്ഛന്റെ പേര്? ഭൈരവൻ. നിന്റെ പേരെന്താടാ? ഭൈരവൻ. അച്ഛന്റെ മോന്റെ പേരൊന്നോ? ഭൈരവൻ മകൻ ഭൈരവൻ. അത് ഭാസ്കര ഭൈരവൻ. ഇതുവരെ ഭൈരവൻ. ഇതെങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? പണയം വെക്കാൻ. അച്ഛന്റെ ചിതാഭസ്മം പണയം വെക്കുന്നു? അത് പിന്നെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്ന ഒരുതരം പണയം വെക്കലല്ലേ സാർ? ഞാൻ നിങ്ങളോട് ലിഫ്റ്റ് ചോദിക്കാൻ ഇറങ്ങിയതാ. എന്റെ ജീപ്പ് കേടായി. ഏതായാലും നിങ്ങൾ നല്ല കാര്യത്തിൽ പോലെ ഞാൻ തടസ്സപ്പെടുത്തില്ല. പോയിക്കോളൂ. വേണ്ട സാർ, ഞങ്ങൾ സാറിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിട്ട് പോവാം. വേണ്ട. സ്റ്റേഷനിൽ കൊണ്ടാക്കണം. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. വേണ്ട. വേണം സാർ. വേണ്ട. വേണം. വേണ്ട. വേണം. വേണ്ട. നിൽക്കൂ. നമ്മൾ സ്പോർട്സ് നടക്കുമ്പോൾ ഓട്ടത്തിനിടയിൽ വെച്ചല്ലേ കണ്ടുമുട്ടി? അതെ സാർ. ഓടുമ്പോ അവരെന്നെയല്ലേ കണ്ടു, ഞാൻ അവരെ കണ്ടില്ലല്ലോ. പിന്നെ എവിടെ വെച്ചാരെയും കണ്ടത്? ഏതായാലും ഇപ്പൊ കണ്ടില്ലേ. തമ്പുരാനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? തിരുവാഭരണാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. വീടിന്റെ ജപ്തി ഒഴിവാക്കാനാണെന്നും കുടുംബവക പണ്ടങ്ങളാണെന്നും പറഞ്ഞു. വാ. നമസ്കാരം. വിഷ്ണുനാരായണൻ അല്ലേ? ഇരിക്കുക. വേണ്ട, ഞങ്ങൾ നിന്നോളാം. വിവരങ്ങളൊക്കെ ഇയാൾ പറഞ്ഞു. വ്യസനിക്കണ്ട. ഒരു നല്ല കാര്യത്തിനല്ലേ. ഉള്ളിൽ കളങ്കല്ലാച്ചാൽ ഒരിടത്തും പരാജയം വരില്ല. ആട്ടെ, ഇപ്പൊ എത്ര വേണം? ഒരു 3 ലക്ഷത്തിനടുത്ത് വേണ്ടി വരും. പൊന്നും പണവുമാ മനുഷ്യനെ മനുഷ്യല്ലാണ്ടാക്കണത്. എന്ന് വെച്ച് അതില്ലാച്ചാലും മനുഷ്യല്ലാണ്ടാവും. ഒരു പണയപ്പണ്ടായിട്ടല്ല ഞാനിത് വാങ്ങണത്. തരുന്ന പണം തിരിച്ചു കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടുമല്ല. തിരിച്ചെടുക്കണമെന്ന് തോന്നലുണ്ടായാലേ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കൂ. അതുകൊണ്ട് മാത്രം തന്നോളൂ. എന്താ? എന്തു പറ്റി? എന്താ അമ്മേ? വല്ലാത്തൊരു ഭയം. ഒരു ദുസ്വപ്നം കണ്ടു. ദേവിയുടെ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ടു. എന്തൊക്കെയായി പറയണേ? തിരുവാഭരണം മോഷ്ടിക്കേ? വെറുതെ ഓരോന്ന് ഓർത്ത് കിടന്നിട്ടാ. ആ തിരുമേനയുടെ കയ്യിൽ നിന്ന് ശ്രീകോവിലിന്റെ താക്കോല് വാങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ അച്ഛന്റെ പരിഭ്രമം. ഇനി ആ നട ഒന്ന് തുറന്നു കാണാണ്ട് അച്ഛന് മനസ്സമാധാനം ഉണ്ടാവില്ല മക്കളെ. എന്നാ അതൊന്ന് തുറന്നു നോക്കിയാലോ അമ്മേ? എന്ത് വിവരക്കേടാ പറയണത്? അടച്ച നട തുറക്കേ. അച്ഛന്റെ പരിഭ്രമം കണ്ട് അവള് പറഞ്ഞു പോയതാ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക ആ പണിക്കരും കൂട്ടരും. അങ്ങനെ വല്ലതും ഉണ്ടാവച്ചാൽ പിന്നെ ഞാൻ ഈ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കേണ്ടാവും. എന്തൊക്കെ ഈ പറയുന്നത്?